ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം രജനീകാന്തിന്റെ കൂലി ഭയങ്കരമായ പ്രതീക്ഷയിലിരുന്ന ഒരു പടമാണ് രജനീകാന്തിന്റെ കൂലി. അത് മാത്രമല്ല, ലോകേഷ് കനകരാജിന്റെ പടം എന്നുള്ള നില പടം പോയി കണ്ടു. മഴയൊക്കെ നനഞ്ഞ് ചമ്മന്തിയായിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പറയുക, രജനീകാന്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാണിക്കുന്ന പരിപാടി വന്നിട്ടുണ്ട്. പഴയ കാലം കാണിക്കണം, അത് കിടിലുമായിരുന്നു കേട്ടോ. അത് ഒരു VFX പോലത്തെ മറ്റേ AI വെച്ചൊക്കെ ചെയ്തേക്കുന്നതാണ്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല. രജനീകാന്തിന്റെ പഴയ പടങ്ങളിലെ സ്വാഗ് ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിനകത്ത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം എന്ന് പറഞ്ഞാൽ സൗണ്ട് മോഡുലേഷൻ വരെ ആ ഒരു ലെവലിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നാഗാർജുനയുടെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയണം. നാഗാർജുനയുടെ സ്ക്രീൻ പ്രസൻസ് അന്യായമായിരുന്നു, അന്യായ സ്ക്രീൻ പ്രസൻസ്. അതുപോലെ ഒരു സൂര്യ ഉപേന്ദ്ര അങ്ങോട്ട് വന്നൊരു നിപ്പുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇട്ട് കൊടുത്തപ്പോൾ അതുവരെ തൊട്ട് മുമ്പ് ഒരു നനഞ്ഞു നിന്ന സാധനം അങ്ങോട്ട് കയറിയും കൊളുത്തി ഉപേന്ദ്ര വന്നപ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് മൂന്നാക്കി ഇമ്പാക്റ്റ് പറഞ്ഞ കുറച്ച് സീനുകളുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. ഒരു ആവറേജ് പടം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ കാണാം എന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയുണ്ട്. അനിരുദ്ധ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കിടിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് നെഗറ്റീവ് വന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അത് കിടിലുമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയൊന്നുമില്ല. പക്ഷെ പടത്തിന് എന്തോ ഒരു ഗുമ്മില്ല. നമുക്ക് ഇപ്പൊ രജനീകാന്തിന്റെ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലോകേഷ് കനകരാജിന്റെ ഒരു പടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ആണല്ലോ. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൈയടിക്കാൻ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സാധനം രണ്ടോ മൂന്നോ എടുത്ത് മാത്രമാണ് ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ്. പിന്നെ ആമിർ ഖാനെ പറ്റി പറഞ്ഞു. ആമിർ ഖാനെ ഇതിനകത്ത് എന്തിനു കൊണ്ട് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിഞ്ഞൂടാ. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു കോമാളി എന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ അറിയാം. ഒരു കോമാളി പരിപാടിയാണ് കാണിക്കുന്നുള്ളത് കൃത്യമായി അറിയാം. അത് തന്നെയാണ് ഇതിനകത്ത് പടം കാണുമ്പോഴും മനസ്സിലാക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇവര് ശ്രുതി ഹാസൻ ചേച്ചി ആദ്യം തൊട്ട് അവസാനം വരെയും നന്നായിട്ട് കരയുന്നുണ്ട്. കരഞ്ഞ് മെഴുകുകയാണ് പടത്തിൽ ആദ്യം തൊട്ട്. എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സീന് മാത്രമാണ് ശ്രുതി ഹാസൻ ചേച്ചി ഒന്ന് ചിരിച്ചു കണ്ടത്. ഒന്നോ രണ്ടോ സീൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സോടനുബന്ധിച്ചുള്ള ഒരു സീനും അല്ലാതെയുള്ള ഒരു ഒന്നോ രണ്ടോ സീന് മാത്രമാണ് ശ്രുതി ഹാസൻ ചേച്ചി ഒന്ന് ചിരിച്ചു കണ്ടത്. ബാക്കിയൊക്കെ ഒമ്പമ്പും കരച്ചില് അതിൽ കരഞ്ഞു മെഴുകും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണ് പടം പോണത്. ഒരു കൂട്ടുകാരന് വേണ്ടി ഒരു പരിപാടിയാണ്, കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കൂട്ടുകാരനായിട്ട് സത്യരാജ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. അത് തന്നെയാണ് പടം മൊത്തത്തിൽ. കൂട്ടുകാരന് വേണ്ടി വരുന്ന ഒരു കൂലി. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ സാധനങ്ങൾ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ പടം നമുക്ക് തിയേറ്ററിൽ ഒരു ഇമ്പാക്ട് കിട്ടുന്നില്ല. അതെന്താ തോന്നുന്നു എനിക്കറിയില്ല. കണ്ട നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു പറയട്ടെ. അതിന്റെ സ്ക്രീൻ പ്ലേ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതിപ്പോ നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ ചോദിക്കും, ഇത് ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ, താളം വിടാൻ പറ്റുമോ എന്നല്ല പറഞ്ഞത്. ഇത് അങ്ങനെ ഒരു സാധനം ചെയ്താൽ പടം ചിലപ്പോൾ മുന്നോട്ട് പോകില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം എന്തിനായിരുന്നു എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കുറെ ചിന്തിക്കാനുള്ള സാധനങ്ങൾ. അതെന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കാനുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയാണ് നടക്കണത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധനമൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇരുന്നു പോയ മൂവ്മെന്റ് ആയിരുന്നു. ഇത് ഇങ്ങനെ വന്നല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കത്തണുണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു സാധനം അതിനകത്തില്ല. അപ്പൊ എന്തായാലും പടം കണ്ട നിങ്ങളുടെ അഭിപ്രായം താഴെ പറ. ഇഷ്ടപ്പെട്ടവർ കാണും. ഇഷ്ടപ്പെട്ട നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിലായിട്ട് പറയാം. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നുള്ളതാണ്. രജനീകാന്ത് ഈ പ്രായത്തിൽ നല്ല കിടിലമായിട്ട് പുള്ളി ആക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പുള്ളിയുടെ സാഗുണ്ടല്ലോ, ആ ഒരു സാധനമൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഫൈറ്റിനൊന്നും ഇമ്പാക്റ്റ് ഇല്ല. ചില ഫൈറ്റുകളൊന്നും അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല. നമ്മളെ പഴയകാല അടിപോലെ കൈ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ക്രോസ് ചെയ്യുന്നു, കൈ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ക്രോസ് ചെയ്യുന്നു, ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഒരാൾ ഇടത്തുനിന്ന് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് വരണത്. എന്തായാലും പടം കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയെന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള താഴെ കമന്റ് ബോക്സിലായിട്ട് പറയുക. 10 പേര് ഇത് അറിയിട്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ബൈ.